ഒക്ടോബർ 5 എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിന് ചെറിയൊരു സർപ്രൈസ് കൊടുത്തു. ഞാൻ കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടാലോ? ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതിലുള്ളത് ഞങ്ങളും ഞങ്ങളുടെ മക്കളും. അപ്പോൾ ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയാത്തവർക്ക് പറഞ്ഞു തരാം. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. 2 ആൺമക്കളാണ്. അവരിപ്പോൾ ഞങ്ങളുടെ കൂടെയില്ല, നാട്ടിലാണ്. ഇനി ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ്റെയും അമ്മയുടെയും കൂടെയുള്ള ഫോട്ടോയാണ്. അപ്പച്ചൻ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇത് 3 ഡിഫറെൻറ്റ് ഫോട്ടോയായിരുന്നു. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒരൊറ്റ ഫ്രെയിമിലാക്കിയതാണ്. അപ്പോൾ ഇനിയുള്ള ഗിഫ്റ്റൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാവരും കണ്ടു മനസ്സിലാക്കിക്കോളൂ. സത്യം പറഞ്ഞ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ എന്ത് കൊടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് ആലോചിച്ച് പിടിച്ച് വാങ്ങിച്ച് വന്നപ്പോൾ ഇത്രയും ആയിപ്പോയി. ഇനി തുറക്കാൻ പോകുന്ന ഗിഫ്റ്റിൻ്റെ കാര്യം കൂടി എനിക്കൊന്ന് പറയണം. ഇതൊരു ടവലായിരുന്നു. ഇതിലും ഞാൻ ചെറിയൊരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അത് ഓപ്പൺ ചെയ്തപ്പോൾ ഹസ്ബൻഡിന് മനസ്സിലായില്ല. ആളത് മടക്കി കൂട്ടി വെച്ചു. പിന്നീട് ഒന്നും കൂടി തുറന്നപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ടവലായിരുന്നു അത്. ഗിഫ്റ്റുകൾ ഓപ്പൺ ചെയ്ത് ഹസ്ബൻഡ് ഒരു വഴിക്കായി. കൂടുതലും ഞാൻ ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഗിഫ്റ്റുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ സർപ്രൈസുകൾ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെയൊക്കെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതെപ്പോഴും നമുക്കൊരു മെമ്മറബിൾ മൊമെൻ്റ് ആയിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റിൻ്റെ ആ ഒരു വലിപ്പത്തിലോ എണ്ണത്തിലോ റേറ്റിലോ ഒന്നുമല്ല കാര്യം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ സ്പെഷ്യൽ ഡേയിൽ അത് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ദിവസം ഒന്നുകൂടി എക്സ്ട്രാ സ്പെഷ്യൽ ആവുകയും അതെപ്പോഴും നല്ലൊരു മൊമെൻ്റായിട്ട് അവർ ഓർക്കുകയും ചെയ്യും. ജന്മദിന സമ്മാനങ്ങൾ വെറും ഒരു വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ സ്നേഹബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനുള്ള മാർഗം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.